ഇരാറ്റുപേട്ട മുനിസിപ്പൽ കൗൺസിലിലെ വൈസ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ഫാത്തിമ അൻസർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സന്തോഷമുണ്ട്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ വലുതാണ്. അതറിഞ്ഞ് തന്നെ പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. അതിന് എല്ലാവരുടെയും സപ്പോർട്ടും വേണം. സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഒരു വികസന ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ? ഇരാറ്റുപേട്ടയെ സംബന്ധിച്ച് ഒരുപാട് വികസന കാര്യങ്ങൾ രാഷ്ട്രീയ സംബന്ധിച്ചുണ്ട്. ഇലക്ഷൻ സമയത്ത് ഒത്തിരി സമയം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. എവിടെ നിന്ന് നിർത്തി അവിടെ നിന്ന് തുടങ്ങി നല്ലൊരു വരും തലമുറയെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു നല്ല രീതിയിലുള്ള വികസനം 29 വരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വാർഡിലെ എല്ലാ ജനങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ഇരാറ്റുപേട്ടയിലെ ജനങ്ങൾക്ക് വേണ്ടി സമഗ്രമായ ഒരു വികസനം ആണ് എല്ലാവരുടെയും മനസ്സിലുള്ളത്. അത് നടപ്പാക്കാനുള്ള പ്രയത്നത്തിലാണ് എല്ലാവരും. ഈ സ്ഥാനം ഏൽപ്പിച്ച ഒരു പാർട്ടിയോട് എന്താണ് പറയുന്നത്? ഞാനാക്കി എന്റെ പാർട്ടിയോട് എന്നും കടപ്പാടുണ്ട്. വോട്ട് ചെയ്ത് നല്ലൊരു ഭൂരിപക്ഷത്തിൽ വിജയിച്ച വാർഡിലെ ജനങ്ങളെ ഈ സമയം ഓർക്കുന്നു. എല്ലാവരോടും നന്ദി മാത്രം. ഇരാറ്റുപേട്ട നഗരസഭയിൽ UDF അത്യുജ്വല വിജയമാണ് ഒന്നാം ഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിൽ നേടിയത്. ഇരാറ്റുപേട്ട ജനങ്ങൾ 16 സീറ്റ് നൽകി UDFനെ അധികാരത്തിലേറ്റി. ആ 16 കൗൺസിലർമാരും രാവിലെ നടന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിലും ഉച്ചയിൽ നടന്ന വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിലും UDFന് അനുകൂലമായി വോട്ട് ചെയ്തു. വലിയ പ്രതീക്ഷകളോടെയാണ് ഇരാറ്റുപേട്ട ജനങ്ങൾ UDFന് അധികാരത്തിലേറ്റിയത്. വളരെ സമഗ്രമായ ഒരു വികസനമാണ് ഇരാറ്റുപേട്ട നഗരസഭയിൽ UDF സ്വപ്നം കാണുന്നത്. നമ്മൾ നൽകിയ വാഗ്ദാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമഗ്ര വികസനവും ഉറച്ച ഭരണവുമാണ്. UDF കാലാകാലങ്ങളിൽ ഉറച്ച ഭരണം ജനങ്ങൾ കാഴ്ചവെച്ചത് കൊണ്ടാണ് വീണ്ടും
വലിയ ഭൂരിപക്ഷത്തിന് ഈരാറ്റുപേട്ട ജനങ്ങൾ UDF അധികാരത്തിലെത്തിയത്. വികസന രംഗത്ത് കഴിഞ്ഞ നഗരസഭയും അതിനുമുമ്പുള്ള നഗരസഭകൾ തുടങ്ങി വെച്ച പൂർത്തീകരിക്കാനുള്ള കുറെ പദ്ധതികൾ ഈ നഗരസഭയുമായി ബന്ധപ്പെട്ടുണ്ട്. അത് പൂർത്തീകരിക്കും. അതോടൊപ്പം തന്നെ വിശാലമായി കുറച്ചുകൂടി ചിന്തിച്ചുകൊണ്ട് പൊതുവായ പദ്ധതികൾ ഈരാറ്റുപേട്ട നഗരസഭയിലെ പ്രധാനപ്പെട്ട 2 റവന്യൂ റോഡുകൾ, നമ്മുടെ തേനിച്ചിലാറിന് സമീപം 2 റോഡുകളും അതോടൊപ്പം തന്നെ പൂർത്തിയാക്കാനുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ്, നമ്മുടെ മുനിസിപ്പൽ കോംപ്ലക്സ് ഉൾപ്പെടെ കളിസ്ഥലം, പാർക്ക് എല്ലാ മേഖലയിലും അതിശക്തമായ പ്രവർത്തനം നടത്താനാണ് UDF ഉദ്ദേശിച്ചത്. ഈരാറ്റുപേട്ടയിലെ സാധാരണക്കാരായ ജനങ്ങൾ, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ 50 വർഷക്കാലമായി ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തായിരുന്ന കാലത്തും ജനാധിപത്യത്തോടൊപ്പം നിൽക്കുകയും ജനാധിപത്യ വിശ്വാസികളെ എപ്പോഴും വിജയത്തിലെത്തുകയും ചെയ്ത ഒരു ജനങ്ങളാണ് ഈരാറ്റുപേട്ടയിലുള്ളത്. ഈരാറ്റുപേട്ടയിൽ ഇപ്പോൾ 16 മെമ്പർമാരാണ് UDFന് ലഭിച്ചിരിക്കുന്നത്. ഈ 16 മെമ്പർമാർ ബാക്കിയുള്ള പ്രതിപക്ഷത്തിരിക്കുന്ന 13 മെമ്പർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് 29 മെമ്പർമാരും ചേർന്ന് നിന്നുകൊണ്ട് ഈരാറ്റുപേട്ടയിൽ ഒരുപാട് ബൃഹത്തായ പദ്ധതികൾ നടപ്പാക്കുവാനുണ്ട്. ഈരാറ്റുപേട്ടയിലെ ഏറ്റവും അത്യാവശ്യമായ പദ്ധതി എന്ന് പറയുന്നത് ആ മുമ്പിൽ കാണുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. അതുപോലെ ഈരാറ്റുപേട്ടയിൽ നടത്താനുള്ള മുഴുവൻ പദ്ധതികളും ഈ 5 വർഷം കൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ വളരെ ജനങ്ങളോട് താല്പര്യമുള്ള ഒരു ഭരണസമിതി എന്ന നിലയിൽ ജനങ്ങൾക്ക് വേണ്ടി നിർവഹിക്കും. അതിനോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈരാറ്റുപേട്ടയിലെ മുഴുവൻ ജനങ്ങൾക്ക് നന്ദി പറയുകയാണ്. കാരണം ജനാധിപത്യത്തിനോടൊപ്പം നിൽക്കുന്ന ഈരാറ്റുപേട്ടയിലെ ജനങ്ങളെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ്. വളരെ സന്തോഷമുണ്ട് ഈ അവസരത്തിൽ. പ്രിയപ്പെട്ട ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട BP നാസറിനും അതുപോലെ തന്നെ വൈസ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട ഫാത്തിമ അൻസാറിനും അഭിവാദ്യങ്ങളും ദൈവാനുഗ്രഹവും നേർന്നുകൊണ്ട് നിർത്തുകയാണ്.